ഇന്ന് നമുക്ക് കുറച്ച് ബുക്ക് മാർക്സ് ഉണ്ടാക്കിയാലോ. അതിനൊരു എയർ4 ഷീറ്റ് എടുത്തിട്ട് അതിനെ ഇതേപോലെ മൂന്നാക്കി മടക്കുക. എന്നിട്ട് അതിനെ ഒന്ന് മുറിച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് അതിനെയും നടുമടക്കുക. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണിച്ചാലും ഉണ്ടാക്കാം കേട്ടോ ബുക്ക് മാർക്സ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു നീളത്തിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അതിനെ മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പെൻസിൽ എടുക്കുക. എന്നിട്ട് വട്ടം വട്ടം വരച്ചു കൊടുക്കുക. സൈഡിലേക്കൊക്കെ ആക്കിയിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് മായ്ക്കുക. അതിൻ്റെ ഒരു പാട് മാത്രം മതി. അല്ലച്ച ബ്രഷ് പെന്നാകുമ്പോൾ അത് കാണും നേരെ, അപ്പോൾ ഒരു വൃത്തികേടാവും. എന്നിട്ട് അതിലിങ്ങനെ കളറ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഞാനിവിടെ വയലറ്റും പിങ്കും ബ്രൗണും ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓരോരോ വട്ടത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള കളറ് കൊടുക്കുക. അതിനുശേഷം ഒരു പേന എടുക്കുക. എന്നിട്ട് ഇതിലെഴുതണ പോലെ എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതുക. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത് അതേപോലെ കോപ്പി അടിച്ച് എഴുതുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഡെസ്ക് മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ശരിക്കും നമ്മുടെ വീഡിയോ ഇടേണ്ട ദിവസം നാളെയാണ്. പക്ഷേ ആകെ 1.3 ഉണ്ടായിരുന്ന വാച്ച് അവർ 1.2 കാരണം കഴിഞ്ഞ വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല. അപ്പോൾ ഇനിയും വീഡിയോ ഇന്നിട്ടില്ല എന്നുണ്ട് വെച്ചാൽ അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇടുന്നത് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ അടുത്തത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്രിഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിന് വേണ്ടിയിട്ട് 2 വര വരച്ചെടുത്തിട്ട് ഇങ്ങനെ കളർ കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ ബോക്സ് ആക്കിയിട്ട് ഇതേപോലെ ഈ കാണിക്കണ സ്ഥലത്തൊക്കെ കളർ കൊടുത്തെടുക്കണം. നടുക്കിൽ ഈ ലൈറ്റ് പിങ്ക് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിലൊരു റെഡ് ഹാർട്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ നിങ്ങൾ പിൻട്രസ്റ്റിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അതൊന്ന് കോപ്പി അടിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കണത്. പിന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. അതൊരു പൂക്കളുടെ ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ബ്രഷ് പെന്നുകൊണ്ട് ഇങ്ങനെ ഒരു പൂ വരച്ച് കൊടുക്കണം. പൂവിന് ഞാൻ ബ്ലൂ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്കിതിൽ ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞിപ്പൂവുണ്ട്. പക്ഷെ വരച്ച് വന്നപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വലുതായി. പിന്നെ അതാ കുറച്ച് കുഞ്ഞിപ്പൂക്കളും കൂടി ഉണ്ട്. ഞാൻ 3 തന്നെ വരച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കുഞ്ഞിപ്പൂക്കൾ. ഒരു ബ്രൗണും പിങ്കും വയലറ്റും. പിന്നെ ഞാൻ സ്ലോ മോഷനിൽ ചെയ്ത് വന്നപ്പോൾ വീഡിയോയ്ക്ക് ചെറുതായിട്ടൊന്ന് ലെങ്ത്ത് കൂടി. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ പേന വെച്ചിട്ടും കൂടി വരച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.